ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്ന ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂരിന്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടി ആയിട്ട് സൂപ്പർ പരിവേഷവുമായി എത്തിയ സുരേഷ് ഗോപി അടക്കമുള്ളവരും അതോടൊപ്പം തന്നെ കരുണാകരന്റെ മകനായ കെ മുരളീധരന്റെ അവിടുത്തെ മത്സരവും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നോക്കുമ്പോൾ അവിടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം തന്നെയായിരുന്നു, ലോക്സഭാ മണ്ഡലമായിരുന്നു തൃശ്ശൂർ എന്നുള്ളത്. പിന്നീട് വലിയ തോതിലുള്ള അട്ടിമറിയിലൂടെ കോൺഗ്രസ്സുകാർ മുഴുവൻ വോട്ടുകളും വാരിക്കോരി സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനെ തകർത്ത് തരിപ്പണമാക്കി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് കോൺഗ്രസ്സുകാർ എല്ലാം കൂടി ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് വോട്ട് നൽകി ഈ പറയുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിട്ട് സുരേഷ് ഗോപി എത്തിയപ്പോഴും എത്തുന്നതിന് മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഇവിടേക്ക് വിമാനത്താവളം കൊണ്ടുവരും, ഇനി അതല്ലെങ്കിൽ കൊച്ചി മെട്രോ അങ്ങോട്ടേക്ക് നീട്ടും, ഇനി ഇതൊന്നും അല്ലെങ്കിൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ ചൈന വൻമതിൽ ഞാൻ തൃശ്ശൂരിൽ പണിയും എന്നുള്ള തരത്തിലുള്ള തള്ളലുകളോടെ പ്രളയമായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആദ്യം നടന്ന യൂണിയൻ ബഡ്ജറ്റിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന യൂണിയൻ ബഡ്ജറ്റിൽ തൃശ്ശൂരിന് കിട്ടിയത് വട്ടപൂജ്യമായതോടുകൂടി തന്നെ ട്രോളോട് ട്രോളായിരുന്നു ഗോപിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് എതിരെ ഇറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ടാഗ് ലൈൻ എന്ന് പറയണമെങ്കിൽ പറയാൻ കഴിയുന്നത് സുരേഷ് ഗോപി ഒരു റീൽസ് ഗോപിയായി മാറരുത് എന്നാണ്. ഒരു റീൽസ് ഗോപിയായി മാത്രമാകരുതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് വലിയ തോതിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടിംഗ് സ്വാധീനത്തിൽ വലിയ തോതിൽ വോട്ട് കൃത്യമായിട്ട് BJP-യിലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിലെ ഗോപിക്ക് മറിച്ചു നൽകിയ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രധാനമായ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു ആവശ്യം ഉയരുന്നത്. അതായത് സീറോ മലബാർ സഭ അൽമായ ഫോറം ശക്തമായ ഭാഷയിലാണ് സുരേഷ് ഗോപിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കേവലം പ്രഹസനങ്ങൾ നടത്താനും അതല്ലെങ്കിൽ വീഡിയോ ട്രെൻഡാക്കി നിർത്താനും വേണ്ടിയല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു റീൽ കളിച്ച് നടക്കുന്ന വ്യക്തി ഒരു കോമാളിയായി മാറരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ അൽമായ മുന്നേറ്റം ഇത്തരത്തിലുള്ള സീറോ മലബാർ സഭയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സുരേഷ് ഗോപി തയ്യാറാകണം എന്നുള്ള മുന്നറിയിപ്പാണ് ഇവർ നൽകുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂർക്കാർ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടത്. തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് സുരേഷ് ഗോപി എന്ന് തന്നെയാണ് അൽമായ നേതൃത്വം പറയുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ക്യാമ്പയിൻ വർക്കിലൂടെ വലിയ തോതിലുള്ള ഇടപെടലിലൂടെയാണ് സുരേഷ് ഗോപിക്ക് വോട്ടെല്ലാം മറിച്ചു നൽകിയത്. അത് BJP-യുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചല്ല താൻ ജയിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് വിജയം കിട്ടിയതിന് ശേഷം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അൽമായ മുന്നോട്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബെൽറ്റിനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന ആ ഒരു തരത്തിലായിരുന്നു വിജയിപ്പിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന പല പ്രഖ്യാപനങ്ങളും വിശ്വസിച്ചാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്. ഇപ്പോഴിതാ അതൊന്നും കാണാത്ത സാഹചര്യം വന്നതോടെ വലിയ പ്രതീക്ഷയറ്റ നിലയിലാണ്, പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ താല്പര്യം കുറഞ്ഞ നിലയിലാണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പെർഫോമൻസിൽ യാതൊരുവിധ സാറ്റിസ്ഫാക്ഷനും കിട്ടാത്ത ഒരു അസംതൃപ്തി അവിടെ കൃത്യമായിട്ട് നിഴലിക്കുന്നു എന്ന് വേണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാൻ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തോട് പോലും നീതി കാണിക്കാൻ കേന്ദ്ര ബഡ്ജറ്റിന് ആയിട്ടില്ല. തൃശ്ശൂരിലേക്ക് പുതിയ ടൂറിസം പദ്ധതികൾ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ജനങ്ങൾ നോക്കിയിരുന്നത്. അതിലൊന്നാണ് ടൂറിസം സ്പിരിച്വൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഗുരുവായൂർ ദേവസ്വത്തെയും അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തെയും അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളികളെയും ഒരു മുസ്ലിം ചേരമാൻ പള്ളിയടക്കമുള്ള മുസ്ലിം പള്ളിയൊക്കെ എല്ലാം ചേർത്തുകൊണ്ടൊരു ടൂറിസം സർക്യൂട്ട്, ഒരു സ്പിരിച്വൽ, ശരിക്കും പറഞ്ഞാൽ ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. ഒന്നും സംഭവിച്ചില്ല, ഒരു വാക്ക് പോലും ആ കാര്യത്തെക്കുറിച്ച് മിണ്ടിയില്ല പുതിയ കേന്ദ്ര ബഡ്ജറ്റിൽ. ഇതെല്ലാമാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളെ വലിയ തോതിൽ സുരേഷ് ഗോപിയിലേക്ക് എതിർപ്പിന് കാരണമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എയിംസിന്റെ പ്രഖ്യാപനം തൃശ്ശൂരിലാകുമോ എന്ന പ്രതീക്ഷയും തീർന്ന അവസ്ഥയിലായി. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പദ്ധതി കേരളത്തിനായി കൊണ്ടുവരുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടായിരുന്നു തിരുനാവായ റെയിൽവേ ലൈൻ, അതായത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വരുന്ന റെയിൽവേ ലൈൻ. അതിലൊന്നും ഒരു വാക്കുകൾ പോലും ഇല്ലാത്ത ഒരു ബഡ്ജറ്റായി തന്നെയാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് കടന്നുപോയത്. കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ നീട്ടുന്നതടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹം, ന്യൂനപക്ഷ സമൂഹം വലിയ തോതിൽ സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് യാതൊരു തരത്തിലും എത്താതെ വന്നതോടുകൂടി ശക്തമായ വിയോജിപ്പും പ്രതിഷേധവും ഉയർത്തി പരസ്യമായി തന്നെ അവർ രംഗത്ത് വരികയാണ്.
ഇനിയെങ്കിലും സുരേഷ് ഗോപി ഈ കാര്യങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എങ്കിൽ BJPക്ക് അവിടെ ഉണ്ടാകാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനകത്തും ഈ സുരേഷ് ഗോപിയുടെ പാർട്ടിസിപ്പേഷനെ വലിയ തോതിൽ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും ഗോപിയാകുന്ന അവസ്ഥയായിരിക്കും തൃശ്ശൂരിന് ഉണ്ടാവുക.